നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങളെ വേണ്ട പോലെ ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും ചെയ്യാറുണ്ടോ? അതോ കേവലം വിദ്യാഭ്യാസം, ജോലി, വരുമാനം എന്നൊരു കൺസെപ്റ്റിൽ മാത്രമാണോ നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി മക്കളില്ലാതിരിക്കുകയാണ് നല്ലത്. കാരണം നിങ്ങൾക്കും സമൂഹത്തിനും നാടിനും എല്ലാവർക്കും ഒരു ഭാരമായി, നിങ്ങളുടെ കുടുംബത്തെപ്പോലും തകർക്കാൻ ഒരു ഉപാധിയായി നിങ്ങളുടെ മക്കൾ മാറാതിരിക്കാൻ വേണ്ടി ഞാൻ ഇത് അഡ്വൈസ് ചെയ്യുന്നു. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കൈതപ്പൊയിൽ എന്ന താമരശ്ശേരിക്കടുത്തുള്ള ഒരു ഗ്രാമമേഖലയിൽ വെറും 25 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മകൻ തൻ്റെ മാതാവിനെ വീട്ടിൽ കയറി കത്തിയെടുത്ത് വെട്ടിക്കൊന്ന ഒരു സംഭവം ഉണ്ടായി. സത്യത്തിൽ ആ മകന് സ്വബോധം ഇല്ലായിരുന്നു. കാരണം അന്നേരവും മാരകമായ ലഹരിയുടെ അഡിക്റ്റായിരുന്നു. ആ ഉന്മാദത്തിൽ അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അവന് പോലും അറിയില്ലായിരുന്നു. സത്യത്തിൽ ടീനേജ് മുതൽ നിരവധി ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് അഡിക്റ്റായി മാറിയ ആ മകൻ നിരവധി കൂട്ടുകാരെ, വിശാലമായ സൗഹൃദങ്ങൾ, അത്തരം ഒരുപാട് ജനങ്ങളെ ലഹരിക്ക് അടിമയാക്കിയ മകൻ, ലഹരിയുടെ ആധിക്യം കൊണ്ട് വിദ്യാഭ്യാസം പോലും തുടർന്നു കൊണ്ടുപോകാൻ സാധ്യമാകാതെ ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തിയ മകൻ. പക്ഷേ ഈ ലഹരിയുടെ ഉപയോഗമെല്ലാം തുടങ്ങുന്നത് തൻ്റെ വിദ്യാർത്ഥി ജീവിതത്തിൽ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ വിദ്യാർത്ഥികളായ മക്കളെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ ദിവസവും അവരുടെ കൂട്ടുകെട്ട്, അവരുടെ ജീവിത രീതി, അവരെന്തെല്ലാം ഉപയോഗിക്കുന്നു, എവിടെയെല്ലാം പോകുന്നു, എന്തിനു വേണ്ടി സമയം ഉപയോഗിക്കുന്നു, എവിടെയെല്ലാം പണം സ്പെൻഡ് ചെയ്യുന്നു, എല്ലാം ഓരോ ദിവസവും നിങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. താമരശ്ശേരിക്കടുത്ത കൈതപ്പൊയിലിൽ സ്വന്തം മാതാവിനെ വെട്ടിക്കൊന്ന ആ മകൻ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വന്നതായിരുന്നു. പക്ഷേ വീട്ടിലെത്തിയ മകൻ വീണ്ടും അതിമാരകമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തുടർന്നുകൊണ്ടിരുന്നു. വീട്ടിലെത്തി 2 ദിവസം മാത്രം പിന്നിട്ടേയുള്ളൂ, അപ്പോഴേക്ക് സ്വന്തം മാതാവിനെ വെട്ടിക്കൊന്നു. കാരണം ലഹരിയുടെ ആധിക്യം കൊണ്ട് സ്വന്തം ബോധം നഷ്ടപ്പെട്ട മകൻ എന്തു ചെയ്യാനാണ്? താൻ ചെയ്യുന്നതെന്ത്, ചെയ്യാത്തതെന്ത്, ചെയ്യാൻ കൊള്ളാത്തതെന്ത് എന്ന് പോലും ആ പയ്യന് നിശ്ചയമില്ല. അതുകൊണ്ട് ഓരോ മാതാപിതാക്കളും രക്ഷിതാക്കളും ശ്രദ്ധിക്കുക. നിങ്ങളുടെ സന്താനങ്ങൾ അവരുടെ ആ വിദ്യാർത്ഥി ജീവിതകാലത്ത് ഇത്തരം ലഹരി വസ്തുക്കൾക്ക് അടിമയാകുന്നുണ്ടോ? അല്ലെങ്കിൽ വല്ലപ്പോഴുമെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നിങ്ങളുടെയും സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും തകർച്ചയ്ക്ക് നിങ്ങളുടെ മക്കൾ കാരണമാകാതിരിക്കട്ടെ.